നമസ്കാരം കുട്ടികൾക്ക് ഗിരീഷ് സാറാണ്. +2 സേ ഇനിയും ഇന്നിപ്പം 26ആയി, 26ഉം 5ഉം പിന്നെ ഒരു 11ഉം, ഒരു 16 ദിവസം കൊണ്ട് ഇനിയും പഠിച്ച് ജയിക്കാൻ പറ്റുമോ? അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഷോർട്ട് വീഡിയോസാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങൾ 100% ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ജയിക്കാൻ വളരെ എളുപ്പമാണ് ഈ വർഷം. അത്യാവശ്യം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയും, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, 18 മാർക്കിന് കഷ്ടിച്ച് പഠിച്ചുകൊണ്ട് ആരും പോകാതിരിക്കുക, അത് ദോഷം ചെയ്യും. ഒരു 30 മാർക്കിന് വേണ്ടി പഠിച്ചുകൊണ്ട് പോയാലേ നമുക്ക് ജയിക്കാനുള്ള 18 മാർക്ക് കിട്ടത്തുള്ളൂ. കറക്റ്റ് 18 മാർക്കിന് ചിലവർ ഒതുക്കത്തിന് പഠിച്ചുകൊണ്ട് പോകും, അതാണ് വീണ്ടും വീണ്ടും ചെയ്യാകുന്നത്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഈ 16 ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? ഒരു കഷ്ടപ്പെട്ട് 5 വിഷയം 6 വിഷയം ഉള്ളൊരു മിനിമം 5 മണിക്കൂർ, നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 5 മണിക്കൂർ വീതം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈ 16 ദിവസം 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സമയമായി. അന്നേരം ഒരു 10, 75, 80 മണിക്കൂർ അല്ലെങ്കിൽ 90 മണിക്കൂറൊക്കെ നിങ്ങൾ പഠിച്ചാൽ മൊത്തത്തിൽ ഈ 15 ദിവസം കൊണ്ട് പഠിക്കാം. 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. മാക്സിമം 5 ദിവസം മതി പഠിക്കാൻ. പക്ഷെ അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് തീരത്തുള്ളൂ. ടെൻഷൻ അടിക്കാനല്ല, പക്ഷേ ശ്രദ്ധിക്കണമെന്നാണ് മാഷ് പറഞ്ഞത്. കാരണം ഉള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സേ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സേ എന്ന് പറയുന്നത് സേവ് 1 ഇയർ എന്നാണ്. അതിന് മോശമൊന്നുമല്ല. സേവ് 1 ഇയർ, നമ്മൾ ഒരു വർഷം നമ്മുടെ രക്ഷപ്പെടുത്തി എടുക്കണം. അതിനാണ് സേ പരീക്ഷ. നമ്മളത് കളയാൻ പാടില്ല, സേവ് ചെയ്യണം, പിടിച്ചെടുക്കണം. ഈ വട്ടം അടുത്ത വട്ടത്തെ മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അന്നേരം നല്ലപോലെ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമുക്ക് സേയുടെ ഓൺലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ചേരേണ്ടവർക്ക് ചേരാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിലും കിട്ടും. അത് ഇതുവരെയുള്ള എല്ലാ ഫുൾ ക്ലാസ്സിലും കിട്ടും. അന്നേരം നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.